പുതിയ കാലത്ത് എത്രമേൽ പ്രസക്തമാണിത്. കുടുംബബന്ധം തകർക്കാൻ വേണ്ടിയാണ് നിലവിലുള്ള എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ നടക്കുന്ന ചീഞ്ഞു നാറുന്ന കഥകൾ ഇന്ന് കണ്ടും വായിച്ചും നമ്മുടെ മനസ്സ് മലിനായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ വിധത്തിലുള്ള വൃത്തികേടുകളാണ് ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2006 ലോക സിനിമയിൽ ഇങ്ങനെ ഒരു വിപ്ലവം തുടങ്ങുന്നത്, മീടു ക്യാമ്പയിൻ എന്നും പറഞ്ഞിട്ട് അമേരിക്കയിൽ. അത് 10 വർഷം നീണ്ടു നിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. 2016 ഇന്ത്യയിലെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉള്ളിൽ നടക്കുന്ന വൃത്തികേടുകൾ ഓരോരുത്തരും അനുഭവസ്ഥർ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്കും അത് കടന്നു വരുന്നു. വയറ്റപ്പഴപ്പിന് വേണ്ടി പലരുടെയും മുന്നിൽ മുണ്ടടിക്കുന്ന സോണാഗച്ചിയിലെ പെണ്ണുങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1ഉം 2ഉം അല്ല, 25,000-ഓളം. പശ്ചിമ ബംഗാളിലെ ഇരുണ്ടൊരു ലോകമാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടത്തേക്ക് പോലീസ് സംവിധാനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. നമ്മൾ പണ്ടേ കേൾക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് ബോംബെയിലുള്ളത്. അവിടേക്കുള്ള പെണ്ണുങ്ങളെ വളരെയേറെ മോശമായ രീതിയിലാണ് അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ട് തന്നെ സമൂഹം കാണുന്നത്. പക്ഷേ അതേ വൃത്തികേട് ചെയ്യുന്നവരെ കുറിച്ച് കേരളം പുതിയ പേരിട്ട് വിളിക്കുന്നത് പ്രമുഖനെന്നും പ്രമുഖ എന്നുമാണ്. എന്തുകൊണ്ട് ഈ വിധത്തിലേക്ക് സമൂഹം ചീഞ്ഞു നാറുന്നു? ഒരു 10-20 കൊല്ലമായി സിനിമാ രംഗത്തുള്ള വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുടുംബ ബന്ധത്തെ